ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ടീച്ചറമ്മയെക്കുറിച്ചാണ്. ഈ ടീച്ചറമ്മ ആരാന്ന് ചിലർക്കൊക്കെ അറിയത്തില്ലായിരിക്കാം, പക്ഷേ എല്ലാവർക്കും അറിയുകയും ചെയ്യാവുന്നതാണ്. മക്കളെ എന്നും പറഞ്ഞ് വീഡിയോ തുടങ്ങുന്നതാണ് പറയുന്നത്. ഞാൻ ഇടയ്ക്കൊന്ന് പോയി കണ്ടിട്ടുണ്ട്. ഞാൻ സിംഗിൾ ബോവൻ്റെ ചാനലിൽ ഇവരെ പറ്റി ആദ്യമായിട്ട് കാണുന്നത്. അവരുടെ ഹോട്ടലിൽ ഇവർ ചെന്നപ്പം ഉള്ള ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പിന്നെ ഇവരുടെ ചാനലിൽ പോയി നോക്കുന്നത്. ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അതിനപ്പുറം അങ്ങനെ പോയി സ്ഥിരമായിട്ട് കാണുന്നവരൊന്നുമില്ല. പക്ഷേ ഇവരെ ദൈവത്തെ പോലെ കാണുന്ന ആൾക്കാരുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇവരുടെ രാവിലത്തെ ഒരു മോർണിംഗിലിരുന്ന് എന്തെങ്കിലും ഒരു സ്പീച്ച് കേട്ട അന്നത്തെ ദിവസം പുണ്യമായെന്ന് കരുതുന്നതും അന്നത്തെ ദിവസം ഏറ്റവും നല്ല പോസിറ്റീവായെന്ന് കരുതുന്നവരുമായിട്ടുള്ള ഇവരിൽ അഡിക്റ്റായിട്ട് ആരാധകരായിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്. മാനിഫെസ്റ്റേഷൻ ഇതാണ് സംഭവം. ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നിവിൻ പോളിയും നമ്മുടെ പൃഥ്വിരാജും ഒക്കെ ഇത് നടത്തിയിട്ടുണ്ട്. നിവിൻ പോളി സർവമായ സിനിമ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് വിജയിച്ചത്. അപ്പോൾ ആ സമയത്ത് കൊടുത്ത ഇൻ്റർവ്യൂവിലൊക്കെ മാനിഫെസ്റ്റ് പുള്ളി ചെയ്യാറുണ്ടെന്ന് പറയും. അത് കൂടുതലും എന്താ ഇതിൻ്റെ അർത്ഥം മലയാളവൽക്കരിച്ച് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം നിങ്ങൾ അതിൽ കൂടുതൽ മനസ്സിലാക്കിയവർ കാണും. അതിൻ്റെ ബുക്ക് ഏതാണ്ടുണ്ട്, സീക്രട്ട് എന്നൊക്കെ എന്തോ പറയുന്ന ബുക്കുകളുണ്ട്. ബൈബിള്, രാമായണം, ഖുറാനൊക്കെ പോലെ അവരുടേതായ ഒരു ബുക്കൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കരുത്, എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാം, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം സർവമായ വിജയിക്കുമായിരുന്നു, ഇത്രയും വലിയ ഹൈ ആയിട്ട് വിജയിക്കും, എല്ലാവരും നിവിൻ പോളി തിരിച്ചു വരും, ഇങ്ങനെയൊക്കെ നിവിൻ പോളി ചിന്തിച്ചിരുന്നു. അങ്ങനെ ചിന്തിച്ച് അല്ല, നമ്മൾ ഒരു കാര്യം തന്നെ ഒത്തിരി അങ്ങ് ആഗ്രഹിച്ച് അത് തന്നെ ചിന്തിച്ച് പോസിറ്റീവായിട്ട് ഒരു ഇടയ്ക്ക് പോലും ദൈവമേ അങ്ങനെ നടക്കാതെ വരുമോ എന്ന് ചിന്തിക്കില്ല, പോസിറ്റീവ് തന്നെ ചിന്തിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം അത് നടക്കും എന്നാണ് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത്. അല്ലാതെ നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു മറു സൈഡിൽ കിടപ്പുണ്ട്. പൃഥ്വിരാജ് സിനിമയിൽ പറയുന്നുണ്ട്, ഇൻ്റർവ്യൂ പറയുന്നുണ്ട്, 20 വർഷങ്ങൾക്ക് ശേഷം പൃഥ്വിരാജ് ആരായി തീർന്നുവെന്ന് മാനിഫെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ പൃഥ്വിരാജ് പിന്നീട് പല ഇൻ്റർവ്യൂവിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ഡയറക്ടർ ആവണം, പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടാക്കണം, വലിയ അറിയപ്പെടുന്ന നടനാവണം. ഇതൊക്കെയാണ് ഒരു സിനിമാ ഫീൽഡിലേക്ക്, ഇപ്പോൾ ഏത് ഫീൽഡിലോട്ട് പോയാലും നമ്മൾ എന്താ ആലോചിക്കുന്നത്, ആ ഫീൽഡിൽ ഏറ്റവും അഗ്രഗണ്യനാവണം എന്ന് ഒരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നേറിയിട്ട് അതിൻ്റെ പടിപടിയായിട്ട് ഉയർന്നു വരും. അത് നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മുടെ ലക്ഷ്യമാണ്, അതിനെ വേണേൽ മാനിഫെസ്റ്റ് എന്നൊക്കെ പറയാം. അവരപ്പോൾ അതിനുവേണ്ടി അതിന് പുറകെ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവർ എത്തുന്നത്. അല്ലാതെ നമ്മൾ ചുമ്മാ കുത്തിയിരുന്ന് ഒന്നും ചെയ്യാതെ ഞാൻ ഇങ്ങനെ ആവും, ഞാൻ അങ്ങനെ പട്ടി സ്വപ്നം കാണുന്ന പോലെ സ്വപ്നം കാണാമെന്ന് മാത്രമേ ഉള്ളൂ, അതിനുവേണ്ടി വർക്ക് ചെയ്തില്ല ഒരു കാര്യമില്ല, അവിടെ കിടന്ന് സ്വപ്നം കാണത്തേ ഉള്ളൂ. അപ്പം പുള്ളിക്കാരത്തി മാനിഫെസ്റ്റേഷനാണ് പറയുന്ന വഴി. അപ്പോൾ പുള്ളിക്കാരത്തി എന്താണെന്ന് അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഒന്ന് രണ്ട് രമ്യ, ധന്യ വർമ്മ, കാർത്തിക് സൂര്യ, കുറച്ച് പേര് നടത്തിയ ഇൻ്റർവ്യൂ ഒന്ന് കാണിക്കും. സുജിത് ഭക്തനൊക്കെ ജീവിതത്തിൽ എന്തിനെ കുറിച്ചെങ്കിലും ടെൻഷനുകളുണ്ടോ, ആകുലതകളുണ്ടോ? ഒരിക്കലുമില്ല. ആകുലതകൾ എന്ന് പറയുമ്പോൾ വീണ അവിടെ നമ്മുടെ തോട്ട് പ്രോസസ്സ് നെഗറ്റീവാണ്. കാര്യം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് എൻ്റെ ഭാവി എന്താവും, എനിക്കിനി അങ്ങനെ വരും ഇങ്ങനെ വരും, ഇത് നെഗറ്റീവ് തോട്ട് പ്രോസസ്സാണ്. അവിടെ നമ്മൾ പോസിറ്റീവായിരിക്കാൻ എല്ലാവരെയും പഠിപ്പിക്കും. നിങ്ങൾ നല്ലത് ചിന്തിക്കും, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ അതിനെ അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഏത് സമയവും നമ്മൾ ആവശ്യമില്ലാത്ത നെഗറ്റീവ് കാര്യത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഫ്യൂച്ചർ അങ്ങനെയാവും. നേരെ മറിച്ച് എൻ്റെ മനസ്സിൽ എൻ്റെ ഭാവി ഏറ്റവും ശോഭനമാണ്, എനിക്ക് നല്ലതേ വരും, ഇനി അടുത്ത നേടാനുള്ള ഓരോ ഗോൾസും മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് അങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്കറിയാം നമ്മുടെ ചിന്തകളിൽ ഒരു ഡിപ്പ് വരാത്തിടത്തോളം ലൈഫിൽ ഒരു ഡിപ്പ് വരില്ല. നമ്മുടെ ലൈഫിൽ പ്രശ്നം വരുന്നുണ്ടോ, നമ്മുടെ തോട്ട് പ്രോസസ്സ് കറക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അതൊന്ന് കറക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ടൈം ഹാപ്പി ആയിരിക്കാൻ പറ്റും. 24/7 ഹാപ്പി ആയിരിക്കുക എന്നുള്ളത് പോസിബിൾ ആണ്. അപ്പം എങ്ങനെ നോക്കിയാലും പോസിറ്റീവായിട്ടിരിക്കുക, നെഗറ്റീവ് ഒന്നും ചിന്തിക്കരുത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് ദുഃഖങ്ങളൊന്നും വരുന്നില്ല, ആകുലതകളൊന്നും വരുന്നില്ല, ടെൻഷൻ ഒന്നും പാടില്ല, മൂടൗട്ടൊന്നും പാടില്ല. ഇതാണ് പറയുന്നത്. ഇത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കാറില്ല. ഇത് സാധിക്കാൻ വേണ്ടിയല്ല മെഡിറ്റേഷനും നടത്തവും പിന്നെ എന്തൊക്കെയോ ആണ് പുള്ളിക്കാരത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഇടുന്നത്. അതൊന്നും അത്രയ്ക്കൊന്നും നോക്കിയിട്ടില്ല. അങ്ങനെ നല്ല ഒരു സൈഡിൽ നല്ല കാര്യം, പക്ഷെ നമ്മൾ ഒന്നിനും പോയി അഡിക്റ്റ് ആവരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എല്ലാം കേൾക്കണം, എന്നിട്ട് നമുക്കും ഉണ്ട് ഒരു ബുദ്ധി അല്ലേ. മറ്റൊരാൾ ഉപദേശിച്ച് തരുന്നതിന് നല്ലത് ഉൾക്കൊള്ളാം, പക്ഷെ എന്നാലും ഏത് കാര്യം ആര് പറഞ്ഞാലും ഏത് മഹാൻ പറഞ്ഞാലും നമ്മൾ മുഴുവൻ നേരം അത് ആലോചിക്കണം, എന്നിട്ട് വേണം നമ്മളൊരു തീരുമാനത്തിലെത്തിക്കുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഞാൻ ഇപ്പം ടീച്ചറമ്മയുടെ ചാനലിനെ പറ്റിയല്ല, വേറെ ചില ചാനലുകളും ഞാൻ കാണുന്നുണ്ട്. ഞാൻ എപ്പോഴും ചാനലുകളിൽ പറയുന്നതാണ്, നമ്മുടെ കേരളത്തിലെ വിദ്യാസമ്പന്നരായ സ്ത്രീകളാണ് ഉള്ളവർ. ഇവരെല്ലാവരും വീട്ടമ്മമാരായിട്ട് വെറുതെ വീട്ടിലിരിക്കുന്ന ഭർത്താവിനെയും പിള്ളേരെയും മാത്രം നോക്കുന്നവരാണെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കുന്നത്. കാരണം അത് പല സാഹചര്യം കൊണ്ടിരുന്ന് പോകുന്നു. അപ്പോഴവരൊക്കെ ടൈം പാസിനൊക്കെ ആയിരിക്കാം യൂട്യൂബൊക്കെ നോക്കുന്നത്. പക്ഷേ അവരൊക്കെ കുറേ ചാനലുകൾ, ഈ ടീച്ചറമ്മയുടെ അല്ല പറയുന്നത്, കുറേ ചാനലിൽ പോയി അഡിക്റ്റ് ആയിപ്പോയി കിടന്നിട്ട് ഇവരുടെ കമൻറ്റ് കാണുമ്പം
അഡിഷൻ ആരാധന കൂടിയിട്ട് അവരെയൊക്കെ ഒരു ദൈവം പോലെ കണ്ട് താഴെ കമൻ്റ് ഇട്ട് പോവുക. ദൈവം പോലെ നമുക്കത് വായിക്കുമ്പോൾ ഒരു നാണക്കേട് തോന്നുക. കേരളത്തിലെ സ്ത്രീകൾ ഇത്രയ്ക്ക് നിലവാര തകർച്ച ബുദ്ധിയുടെ കാര്യത്തിൽ നമുക്ക് തോന്നിപ്പോകും. നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, ചില ചാനലുകൾ പോയി കാണണം. ഞാൻ ഈ റിയാക്ഷൻ ഇടുന്നതായതുകൊണ്ട് ഞാൻ പല ചാനൽ കാണും. അപ്പോൾ അവരെ അങ്ങ് ആരാധിച്ച് ഇവരെന്താ കരുതി രാവിലെ ഇവരെ കണ്ടുമുട്ടാൻ പറ്റിയത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, പിന്നെ ഇവരുടെ ഒരു വാക്ക് കേൾക്കാൻ പറ്റിയത് ഇവരുടെ കമൻ്റ് എഴുതുന്ന പറഞ്ഞ പുണ്യം ഭാഗ്യം. എൻ്റെ പൊന്നെ, ഇത്രയും നിലവാരമില്ലേ സ്ത്രീകൾക്ക്? ഇത്രയും ബുദ്ധിയില്ലേ? നിലവാരമല്ലേ, ഇത്രയും ബുദ്ധിയില്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ വലിയ ബുദ്ധിമതിയാണെന്നല്ല പറഞ്ഞത്, പക്ഷേ എന്നാലും കുറച്ചുകൂടെയൊക്കെ ആകാം. ഞാൻ അടുത്ത കേൾക്കാം. ഇന്ന് ഡിപ്രഷന് ദിവസവും 5ഉം 6ഉം ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് ഒരു മെഡിസിനും എടുക്കാതെ 24/7 ഹാപ്പിനെസ്സിലിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് പ്രശ്നങ്ങൾ വരുന്നില്ല എന്നല്ല, ഏത് പ്രശ്നം വന്നാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അവർ ഓക്കെയാണ്. പിന്നെ മനുഷ്യരാണ്. ചിലപ്പോൾ ലൈഫിൽ വലിയൊരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു കൊടുക്കും, ടീച്ചർ എന്താ പറഞ്ഞു തന്നിട്ടുള്ളത്, മക്കൾ ഇങ്ങനെ ചെയ്യും. അതായത് ചില സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാം അറിയാമെങ്കിൽ നമ്മൾ ബ്ലാങ്കായി പോകുന്ന ചില അവസ്ഥകൾ വരും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് ഒരു ഐഡിയ കിട്ടും, അവരത് ചെയ്യും. അത് കളയും. ഞാൻ അങ്ങനെ കൂടുതൽ നെഗറ്റീവിലേക്ക് പോയിട്ട് അവർക്ക് ഐഡിയ ആദ്യമേ കൊടുത്തിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവ് ആക്കാനുള്ള വിദ്യ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വലുതായിട്ട് അങ്ങനെ നെഗറ്റീവിലേക്ക് പോവാറില്ല. അങ്ങനെ എൻ്റെ ഫോക്കസ് അതിലൊന്നും അല്ലെന്ന് പറയാം. അടുത്ത 5 വർഷത്തേനോ അടുത്ത 25 വർഷത്തേക്കിനോ ഉള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ടീച്ചറമ്മ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ടീച്ചറമ്മയെക്കുറിച്ച് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ 2-3 വീഡിയോ ചെയ്തത്. ഇവർ ഇങ്ങനെ ഇപ്പം എല്ലായിടത്തും ശുദ്ധിഭക്തന്, പിന്നെ രമ്യ, വീണ, കാർത്തിക് സൂര്യ, അങ്ങനെ എല്ലാവരും ഒക്കെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ അത്യാവശ്യം അറിയപ്പെടുന്നുണ്ട്. ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി ലൈഫ് കോച്ചിങ് ക്ലാസ് നടത്തിയിട്ടുണ്ടാക്കുന്നുണ്ട്. BMW ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞാൽ അതിന് കുറച്ച് പേർക്ക് കലിപ്പുണ്ട് എന്നൊക്കെ ഒരു സൈഡിൽ പറയുന്നുണ്ട്. കലിപ്പുള്ളതൊന്നും പുള്ളിക്കാരത്തി ശ്രദ്ധിക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി വ്ളോഗ് ഇതിനെതിരെ ഒരു വീഡിയോ ഇട്ടു. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉണ്ണി വ്ളോഗിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഞെട്ടലുണ്ടായി. അതോടൊപ്പം ഉണ്ണി വ്ളോഗിന് ഒരു കൈ കൊടുക്കണമെന്ന് തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, ഈ ടീച്ചറമ്മ എന്ന് പറയുന്ന ഒരു വിഗ്രഹമാണ്. അതുപോലെ ആൾക്കാർ അഡിക്റ്റായിട്ട് കിടക്കുന്ന, അത്രയും ഇഷ്ടപ്പെട്ട് വ്യക്തിക്കുന്ന ഒരു വ്യക്തി. അവർ പറഞ്ഞു കേട്ടില്ല, അവരുടെ ചാനലിൽ കാണാറില്ല. അത് ശരിയാണ്. അവരെ കൈകൂപ്പുന്ന ചിഹ്നങ്ങളിട്ടുള്ള കമൻറ്റാണ് ഞാൻ കാണാറ്. ദൈവത്തെ പോലെ കാണുന്ന ആൾക്കാരാണ് അവരുടെ ചാനലിൽ കമൻ്റ് ഇടുന്നത്. അങ്ങനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എടുത്തിട്ട് റിയാക്ഷനായിട്ട് സംസാരിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ണി വ്ളോഗ് കാണിച്ചല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. അല്ല, ഞാൻ ടീച്ചറമ്മയല്ലേ ഇതിൻ്റെ അകത്ത് പറഞ്ഞു വരുന്നത്. ഉണ്ണി വ്ളോഗ് ഇതിൻ്റെ അകത്ത് ശരിയും തെറ്റും, ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇപ്പം ഇവരെ മാത്രമല്ല പറയുന്നത്, ഇതൊരു സംഘം ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരിലെ ശരിയും തെറ്റും 1 മണിക്കൂർ കൂടുതലെങ്ങാണ്ട് വീഡിയോ ഉണ്ടെന്നായിരിക്കുന്നു ഉണ്ണി വ്ളോഗിൽ. അത്ര വിശദീകരിച്ച് പഠിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവരെ തകർക്കാനൊന്നും അല്ല ഉദ്ദേശം കേട്ടോ പുള്ളിക്ക്. ടീച്ചറമ്മയെ തകർക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല. പുള്ളി ഇതിൻ്റെ അകത്തെ നമ്മൾ എന്തൊക്കെ വിശ്വസിക്കണം, വിശ്വസിക്കാതിരിക്കണം, അങ്ങനെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം ആയിട്ട് പറഞ്ഞു. പിന്നെ ഇവരെ കുറേ വട്ടം വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി പറയുന്നില്ല. ആ ഉണ്ണി വ്ളോഗിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു വരുമ്പോഴത്തേനും ഒത്തിരി നേരമാകും. അതുകൊണ്ട് അധികം ഞാൻ സംസാരിക്കാതെ ഞാനത് കേൾപ്പിക്കാം. ഇഷ്ടമാണ്. അങ്ങനെ ഒരു പെർഫോമർ ഈ അടുത്തിടെയായിട്ട് ഓടി നടന്ന് പോഡ്കാസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. മക്കളെ എന്ന് വിളിച്ചിട്ടാണ് അവരുടെ പോഡ്കാസ്റ്റ് പരിപാടിയിലൊക്കെ വന്നിരിക്കുന്നത്. അവരിലെ പെർഫോമർ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഓരോ വീഡിയോയിലും ആ ചിരി കാണുന്ന സമയത്ത് റെഡി 1 2 3 ആക്ഷൻ, മക്കളെ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചിട്ടൊരു 10-40 മിനിറ്റൊക്കെ ഒരു മനുഷ്യന് ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അടിപൊളി പരിപാടിയാണ്. ആ പെർഫോമർ എനിക്കിഷ്ടമാണ്. അവരുടെ ഇതുവരെയുള്ള കഴിവുകളോ അല്ലെങ്കിൽ അവരുണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും മോശമായി പറയാൻ നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവർ നടത്തുന്ന സാമ്പത്തിക ദ്രോഹമുണ്ട്, റിലേഷൻഷിപ്പ് ദ്രോഹങ്ങളുണ്ട്, മാനസികാരോഗ്യ ദ്രോഹങ്ങളുണ്ട്, എല്ലാം കൂടി ചുരുട്ടി കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ ദ്രോഹമുണ്ട്. അതിനെ ചൂണ്ടിക്കാട്ടുക എന്ന് പറയുന്നത് ശാസ്ത്രീയമായ കാര്യങ്ങളെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ അത്തരം ഓരോ കാര്യം നമ്മൾ കേൾക്കുമ്പോഴും അതിനെ ശാസ്ത്രീയമായി വിലയിരുത്തുന്ന എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയനാണ് കൂടുതൽ വാല്യൂ ഉള്ളത് എന്ന് വിശ്വസിക്കുന്ന എന്നെ പോലൊരാൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആ ചിരിയും ആ മക്കളെ എന്നുള്ള വിളിയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ഓടി നടന്ന് പോഡ്കാസ്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സുജ ആർ മോഹൻ എന്ന സ്വയം പ്രഖ്യാപിത ലൈഫ് കോച്ച്, സ്വയം പ്രഖ്യാപിത ദൈവതുല്യ, സ്വയം പ്രഖ്യാപിത ടീച്ചർ അമ്മ. നമ്മൾ പലതവണയായിട്ട് ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, ഇവരുടെ ഹസ്ബൻഡിൻ്റെ നമ്പറിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പേര് മാറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സുജ അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ടീച്ചറമ്മ. ഭർത്താവ് പോലും അവരെ ടീച്ചറമ്മ എന്ന് വിളിക്കുന്ന അത്രയും ഒരു സ്വയം പ്രഖ്യാപിത ടീച്ചറമ്മയാണ്. ഇവരുടെ മെയിൻ പരിപാടി മാനിഫെസ്റ്റേഷനാണ്.
മാനിഫെസ്റ്റേഷൻ ഒരു കുഴപ്പമുള്ള കാര്യമാണ്. ഇപ്പോൾ പൃഥ്വിരാജൊക്കെ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നൊക്കെ പറയാറുണ്ട്, ഞാൻ 10 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ ഇന്ന പൊസിഷനിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക എന്ന് പറയുന്ന ഒരു മാനിഫെസ്റ്റേഷൻ പുള്ളിയുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഒരു വിഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത്, ഒരു ഗോൾ ഉണ്ടാവുക എന്ന് പറയുന്നത്, റിയലിസ്റ്റിക് ആയ ഒരു ഗോൾ ഉണ്ടാവുക എന്ന് പറയുന്നത്, അതിലേക്ക് വേണ്ടുന്ന എഫേർട്ട് നമ്മൾ ഇടുക എന്നൊക്കെ പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ലക്ഷ്യബോധം ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ അവസരങ്ങൾ അന്വേഷിക്കും. കൃത്യമായിട്ടുള്ള അവസരങ്ങൾ നമ്മളിലേക്ക് വന്നിരുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ബട്ട് ആക്ച്വലി നമ്മൾ അവസരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണും കാതും മനസ്സും ഒക്കെ തുറന്നു വെച്ചിരിക്കുമ്പോൾ നമ്മളിലേക്ക് അവസരങ്ങൾ വരുന്ന പോലെ തോന്നും. ആക്ച്വലി വി ആർ ഫൈൻഡിങ് ദി ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസിൽ നല്ലത് ഫിൽറ്റർ ചെയ്യാൻ നമുക്ക് പറ്റുന്നു, നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നു. വാവ്, അടിപൊളിയല്ലേ? പക്ഷേ ഇവരുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതല്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മാജിക്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ, പണം ഇങ്ങനെ ഒഴുകി വരും. ഈ പുള്ളിക്കാരുടെ യൂട്യൂബ് ചാനൽ കയറി കഴിഞ്ഞാൽ സമ്പത്തിന് നിങ്ങളെ തേടി ഒഴുകി വരും. ഒഴുകാണേ, മറ്റേ ഗംഗാ നദിയൊക്കെ ഒഴുകണ പോലെ. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വഴിവെട്ടി ഒഴുക്കാനുള്ള എന്തോ ഒരു മാജിക്കൽ ട്രിക്കായിട്ടാണ് ഇവർ മാനിഫെസ്റ്റേഷനെ അവതരിപ്പിക്കുന്നത്. കൂടാതെ വ്യക്തികളുടെ മാനസിക ആരോഗ്യ നിലയെ യാതൊരു എക്സ്പെർട്ടൈസും ഇല്ലാതെ വളരെ മോശമായി ബാധിക്കത്തക്ക രീതിയിൽ ടോക്സിക് ആയ പോസിറ്റിവിറ്റി കുത്തി നിറച്ച് ആളുകളെ തെറ്റായി ഒരു കാര്യത്തെ കൺസീവ് ചെയ്യാൻ പഠിപ്പിക്കുകയും അത് പഠിപ്പിച്ചിട്ട് ആ ആൾക്കാരെ കൊണ്ട് ബാക്കിയുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാന്നൊക്കെ ഉള്ളതാണ് സുജ ആർ മോഹൻ എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ള കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഉണ്ണി വ്ളോഗ് പറയുന്ന പൃഥ്വിരാജൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ അവർ ഹാർഡ് വർക്കാണ് ചെയ്യുന്നത്. അവർക്ക് ആ തുടക്കം തൊട്ട് 20 വർഷം കഴിയുമ്പോൾ ഞാൻ ആരായി തീരണം, കേരളത്തിൽ ഞാൻ ആരാണ്, എന്താണെന്ന്, എങ്ങനെയാണ് അറിയപ്പെടേണ്ടത് എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ കയറുന്നു. ആ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അന്ന് തൊട്ട് പുള്ളിക്കാരൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ഇവരുടെ ഇത് പറയുന്ന ഒരു ഉണ്ണി വ്ളോഗ് പറയുന്ന ഇവരിത് അങ്ങനെയല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഇതൊരു മാജിക് പോലെ അതിലേക്ക് എത്തും. ഇപ്പോൾ ടോട്ടലി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കാര്യം നമ്മളിങ്ങനെ കുറേ കാലം ഇങ്ങനെ ആഗ്രഹിക്കുക, ആ സംഭവം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ട് അയ്യോ കിട്ടുമോ കിട്ടില്ലെന്ന് അങ്ങനെ ചിന്തിച്ചാൽ പോയി. മുഴുവൻ പോസിറ്റീവായിട്ട് അങ്ങ് ആഗ്രഹിക്കുക എന്നുള്ള അതിനോട് ഉണ്ണി വ്ളോഗിന് ഇതില്ല. എനിക്കും അതിനോടൊരു ഇത് തോന്നുന്നില്ല കേട്ടോ. ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടും എന്തും. ഈ രവി പിള്ള സാറാണെങ്കിലും യൂസഫ് അലി സാറാണെങ്കിലും KM റോയി, ഇങ്ങനെയുള്ള നമ്മളുടെ ഇടയിൽ ഇപ്പോൾ ഉള്ള വളരെ ഉയർന്ന നിലയിൽ സാമ്പത്തികമായിട്ട് ഉയർന്നവരുണ്ട്. അവരുടെയൊക്കെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അവരൊക്കെ വളരെ താഴേക്കടെ ചുമ്മാ ഇരുന്നിട്ട് ഞങ്ങൾ നാളെ ഇങ്ങനെ അറിയപ്പെടുന്ന പണക്കാരാകുമെന്ന് അവരാരും ആലോചിച്ചിട്ട് അവരാരും പണക്കാരായതല്ല. അവരൊക്കെ നല്ല ഹാർഡ് വർക്ക് നല്ലപോലെ ചെയ്തതിന് ശേഷമേ ആവുള്ളൂ. അപ്പോൾ ബാക്കി കേൾക്കാം. പോലെ ബുക്ക് വായിക്കുക. മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒറ്റയിരിപ്പിന് ഈ പുസ്തകം വായിച്ചു തീർക്കാൻ എനിക്ക് പറ്റി എന്ന് പറയുന്ന അനുഭവ സാക്ഷ്യം അടക്കം കുറേ കാര്യങ്ങൾ ഇവരുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അങ്ങനെ 4 വർഷം ഈ പുള്ളിക്കാർ ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ അവരൊരു അക്കാഡമി ആരംഭിച്ചിട്ടുണ്ട്, സുജ ആർ മോഹൻ അക്കാഡമി. ആ അക്കാഡമിയിൽ ലൈഫ് കോച്ചിങ് ആണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈഫ് കോച്ച് ആവാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഇവരിൽ നിന്ന് അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം സ്വന്തമായി യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ട് ലൈഫ് കോച്ചിങ്, അതായത് ലൈഫ് കോച്ചിങ് പ്ലസ് യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് പറയുന്ന പാക്കേജാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ജീവിതത്തിൽ ഇതിനൊരു ഗുണമുണ്ടായി, കുറേ കാശ് ഉണ്ടാക്കാൻ പറ്റി, കുറേ വൾണറബിൾ ആയിട്ടുള്ള ആളുകളെ നമുക്ക് ഈ മാർഗ്ഗത്തിലേക്ക് കൊണ്ടുവന്ന് അവരിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു അക്കാഡമി എന്നാണ്. ഇതിനെക്കുറിച്ച് 2-3 തവണ വിളിച്ച് ഇവരുടെ പല സ്റ്റേജിൽ നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സുജ ആർ മോഹൻ അക്കാഡമി, SRM അക്കാഡമി, ഷോർട്ട് ഫോം, ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയൊരു പേരാട്ടോ. അതൊക്കെ മാനിഫെസ്റ്റേഷൻ്റെ പവർ തന്നെ. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഈ സർട്ടിഫിക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവരുടെ നമ്പറിലേക്ക് വിളിച്ചു. റിസപ്ഷനിസ്റ്റ് ഒരു പുള്ളിക്കാരിയിലേക്കാണ് ആദ്യം നമ്മുടെ കോൾ പോവുക. അവർക്ക് 2 കോഴ്സുകൾ മാത്രം ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഏതാണ്ട് ഒരു 2500 രൂപയും പിന്നെ ഒരു 5000 രൂപയും വരുന്ന 2 പരിപാടികളാണ്. നമ്മൾ ഈ 2000 ചില്ലറ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് ഇവരുടെ മക്കളെ നമുക്ക് കേൾക്കാൻ പോസിറ്റിവിറ്റി കിട്ടും, യോഗ ക്ലാസ്, അതൊക്കെ അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ബാക്കി പോസിറ്റിവിറ്റിയും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാലേ കാര്യം നടക്കൂ എന്ന് പറയുന്ന ടീച്ചറുടെ ക്ലാസ്സും നമുക്ക് കിട്ടും. അതൊക്കെ ഓരോ മാസം വെച്ച് അറ്റൻഡ് ചെയ്യാനുള്ളതാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ 2 കോഴ്സ്. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലാറ്റിനം പരിപാടിയുണ്ട്. പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ടീച്ചർമ്മയുടെ കൂടെ. അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരോട് ചോദിച്ചു, ഈ ലൈഫ് ലോങ് എന്ന് പറയുമ്പോൾ എത്ര വർഷത്തേക്കാണ്? ഇപ്പോൾ MGയുടെ കാറൊക്കെ അവർ EV കാറൊക്കെ ഇറക്കുമ്പോൾ അവർ ലൈഫ് ലോങ് എന്ന് പറയും, പക്ഷേ 15 വർഷം എന്നുള്ള ലിമിറ്റ് വെക്കും. അപ്പോൾ ഇതിനെങ്ങനെയാണ് ലിമിറ്റ് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനത്തെ ലിമിറ്റ് ഒന്നുമില്ല. ടീച്ചറുള്ള കാലം വരെയാണ് ലൈഫ് ടൈം എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് ടൈം അല്ല, ടീച്ചറുടെ ലൈഫ് ടൈം. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അയ്യോ അത് അറിയില്ല, അത് അനിൽകുമാർ ഇവരുടെ ഹസ്ബൻഡാണ്, അപ്പോൾ പുള്ളിക്കാരനെ അറിയുള്ളൂ, പുള്ളിക്കാരനെ നേരിട്ട് വിളിക്കണം. ഞാൻ വിളിച്ചു കേസ്. ഞാനൊരു സാധാരണ ജോലിക്ക് പോകുന്ന ഒരാളാണ്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എൻ്റെ ഭാര്യ +2 തോറ്റ ഒരാളാണ്, ഇപ്പോൾ ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ടൊരു ജോലിക്ക് പോകുന്നു. വല്ലാണ്ട് വാതോരാതെ സംസാരിക്കും. ഇപ്പോൾ +2 എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവർക്ക് കുറച്ച് OCDയും ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തെറാപ്പി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവക്കൊരു ജോലി എന്നുള്ള നിലയ്ക്ക്, അതായത് ലൈഫ് കോച്ചിങ് പഠിച്ച് എന്തായാലും വാതോരാതെ വർത്താനം പറഞ്ഞ് നടക്കല്ലേ, അപ്പോൾ ലൈഫ് കോച്ചിങ് പഠിച്ച് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാനാണ് പുള്ളിയെ വിളിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ലൈഫ് ലോങ് ടീച്ചറുടെ ലൈഫ് ലോങ് നമുക്ക് ഇവരുടെ കൂടെ പ്ലാറ്റിനം ആ ഒരു രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് 1.5 ലക്ഷം രൂപയാണ് ഇവർ ഈടാക്കുന്നത്. ഈ 1.5 ലക്ഷം രൂപയിൽ ആദ്യം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. അതായത് ചൈൽഡ്ഹുഡ് ട്രോമയുള്ള, OCD ട്രേറ്റ്സ് ഉള്ള, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന, +2 തോറ്റിട്ടുള്ള എൻ്റെ ഭാര്യയ്ക്ക് ആദ്യം അവരുടെ മാനസിക പ്രശ്നങ്ങളെല്ലാം ഈ ഒരു മാസം ക്ലാസ് അറ്റൻഡ് ചെയ്താൽ, അതായത് വേറെ പരിപാടിയൊന്നുമില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ക്ലാസ്സിൽ വന്നിട്ട് ഇവർ നമ്മളോട് അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ മാറും. അപ്പോൾ മാനസിക രോഗം തീർന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ ലൈഫ് കോച്ചിങ്ങിലൂടെ പഠിച്ച കാര്യങ്ങൾ നാട്ടുകാരിലേക്ക് എത്തിച്ച് അങ്ങനെ വരുമാനം കണ്ടെത്താനുള്ള മാർഗ്ഗം ടീച്ചർ ഒപ്പിച്ച് തരും. അതിന് 1.5 ലക്ഷം രൂപ കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ സംശയം വന്നത്, ഈ SRM സർട്ടിഫിക്കറ്റ് തരുന്നുണ്ടല്ലോ, ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് ദുബായിൽ, എൻ്റെ ഒരു മാമി ദുബായിലുണ്ട്, അപ്പോൾ ദുബായിലേക്ക് പോകുമ്പോൾ ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ പുറത്തേക്കൊന്നും പോയി കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല. ശരി, സാരമില്ല, എല്ലാ സർട്ടിഫിക്കറ്റും അങ്ങനെ വരണമെന്നില്ല.
എൻ്റെ സംശയം ഇതല്ല, ഇത് കേട്ടപ്പോൾ തോന്നിയത് ലൈഫ് കോച്ചിങ് ക്ലാസ്സിൽ ഇതുപോലെ ജനങ്ങൾ ചേർന്നിട്ടാണല്ലോ BMW ഒക്കെ വാങ്ങാൻ സാധിക്കുന്നത്. അപ്പോൾ എത്രയോ ആൾക്കാർ ചേർന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ലൈഫ് ലോങ് 1.5 ലക്ഷം രൂപ കൊടുത്ത ടീച്ചറമ്മ ജീവിതാവസാനം വരെ ലൈഫ് ലോങ് ആയിട്ട് ടീച്ചറമ്മ ഉപദേശം തരാൻ കൂടെ ഉണ്ടാകും എന്ന് പറയുന്നത്. ഞാനതല്ല ആലോചിക്കുന്നത്, ഈ ലൈഫ് കോച്ചിങ് ക്ലാസ് പാസ്സായിട്ട് എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോയ എന്തായിരിക്കും അവസ്ഥ? ഈ ടീച്ചറമ്മ എങ്ങാണ്ട് 4 വർഷം മുന്നേ കൊറോണ കാലമൊക്കെ കഴിഞ്ഞപ്പോൾ എങ്ങാണ്ട് തുടങ്ങിയതാണ് സാധാരണ രീതി. പിന്നെ എന്തോ ഒരു മാനിഫെസ്റ്റോ ബുക്ക് വായിക്കുമോ അങ്ങനെ എങ്ങാണ്ട് ചേഞ്ച് വന്നെന്നൊക്കെയാണ് പറയുന്നത്. അത്ര കാര്യമായിട്ട് അവരുടെ ചാനൽ ചെക്ക് ചെയ്തില്ല. പിന്നെ എന്താണേലും പുള്ളിക്കാരത്തി KFC ചിക്കൻ തിന്നാൻ ആഗ്രഹിച്ച് അതാണ് ആദ്യമായിട്ട് മാനിഫെസ്റ്റോ വഴി സ്വന്തമാക്കിയത്. അവിടെ നിന്നാണ് പുള്ളിക്കാരത്തി പിന്നെ ഇത് തുടങ്ങിയതെന്നൊക്കെ തോന്നുന്നു. അപ്പോൾ നമുക്ക് ഉണ്ണി വ്ളോഗ് പറയുന്നതൊക്കെ ബാക്കി കേൾക്കാം. ഉണ്ണി വ്ളോഗ് ഇതൊക്കെ പറയുന്ന കേട്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത് നിങ്ങളുമായിട്ട്. ഇവിടെ മെൻ്റൽ ഇഷ്യൂസ് മുഴുവനായിട്ട് മാറും. എന്നാൽ ആ പെങ്കൊച്ചിനോട് +2 ഒന്ന് പാരലായിട്ട് എഴുതി പാസ്സാവാൻ നോക്കൂ, ഒരു ഗ്രാജുവേഷൻ എടുക്കൂ, ജോലി അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കൂ, കിട്ടുന്ന പൈസ നിങ്ങൾ കൃത്യമായിട്ട് സേവ് ചെയ്യൂ. ഇതൊന്നല്ല, വെൽക്കം മക്കളെ എന്ന് പറയാനാണ് പറയുന്നത്. കാരണം പുള്ളി പറയുന്നത് ഇവിടെ ലൈഫ് കോച്ചിങ്ങിന് ഭയങ്കര സ്കോപ്പാണെന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, രാവിലെ എണീറ്റ് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുക, മക്കൾ മുഴുവൻ വരുന്നു, കാശ് തരുന്നു, അടിപൊളി. നിങ്ങൾ ശരിക്കും ഇവരുടെ ഈ ദുരന്തം വർത്താനങ്ങളൊക്കെ കേൾപ്പിക്കണമെന്നുണ്ട്. ഞാനും ശ്രുതി മാറി വിളിച്ചതിൻ്റെ കുറേ റെക്കോർഡിങ്സ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അവർ ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ സ്വന്തമായിട്ട് കത്തിത്തീർന്നു പോകണേ എന്നൊക്കെ അവർ വേണമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് നടത്താതെ അവർ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും തീർച്ചയായും നമ്മൾ എന്തൊക്കെയാണ് സംസാരിച്ചത്, എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങളെ കൃത്യമായി കേൾപ്പിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അവരെ പോലെ അല്ലല്ലോ, ഒരാളുമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണം അവരുടെ അനുവാദത്തോടു കൂടി അല്ലാതെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എത്തിക്കലായിട്ടുള്ള കാര്യമല്ല, ലീഗലായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് നമ്മളത് ചെയ്യാത്തത്. ആവശ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. അങ്ങനെ മുതിർന്നവരുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്നത് മാത്രമല്ല, നേരെ കുട്ടികളിലേക്കും ടീച്ചറമ്മ തിരിയുന്നുണ്ട്. അവർ പേരൻറ്റിങ്ങിനുള്ള കോച്ചിങ് ഒക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ലൈഫ് കോച്ചിങ് ക്ലാസ്സിനപ്പോൾ ഇവിടെ അത്രയും പ്രാധാന്യമുണ്ട്. എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ ടീച്ചറമ്മ അവരുടെ ഇപ്പോൾ പാട്ട് പാടാനുള്ള കഴിവ് ജന്മസിദ്ധം പോലെ അവർക്ക് സംസാരിക്കാനുള്ള കഴിവ് ജന്മസിദ്ധമായിട്ട് കിട്ടിയായിരിക്കും. ഇവർ ഈ കോച്ചിങ് കൊടുക്കുന്നവർ മുഴുവൻ അതേപോലെ ഇതുപോലെയൊക്കെ ക്ലാസ് എടുത്തൊക്കെ വിജയിക്കും. അപ്പോൾ എത്രയോ പേരെ ഇവർ ക്ലാസ്സിൽ നിന്ന് വിജയിപ്പിച്ച് വിടുന്ന, കോഴ്സ് സർട്ടിഫിക്കറ്റും കൊടുത്ത് പുറത്തിറങ്ങുന്ന എല്ലാവരും യൂട്യൂബ് ചാനലിൽ വന്ന് നാളെ മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെയാവണമെന്നുള്ള ക്ലാസ് എടുക്കുകയാണ്. ലൈഫ് കോച്ചിങ് എന്ന് പറയുമ്പോൾ അതല്ലേ, ക്ലാസ് എടുക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ഉണ്ണി പറയുമ്പോൾ എനിക്ക് തോന്നിയ കാര്യമായിട്ട് അകത്ത് സ്യൂഡോ സയൻസ് കുത്തിക്കയറ്റുന്നു എന്നുള്ളതാണ് ഈ മാനിഫെസ്റ്റേഷൻകാർ ചെയ്യുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പൃഥ്വിരാജ് മാനിഫെസ്റ്റ് ചെയ്തിരുന്നു അയാളുടെ 10-20 വർഷത്തിനപ്പുറമുള്ള അയാളുടെ കരിയർ എങ്ങനെയാവണമെന്ന്. പക്ഷേ ഇവർ ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ മാജിക് അല്ല പൃഥ്വിരാജ് അവിടെ ചെയ്തത്. അയാൾ സമയമെടുത്തു, അയാളുടെ ആക്ഷൻ, അയാളുടെ വർക്ക് അതിൻ്റെ അകത്തുണ്ടായിരുന്നു, അയാളുടെ നോളജ് അതിനകത്തുണ്ടായിരുന്നു. അതൊന്നും അല്ലാതെ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ KFC വാങ്ങാൻ പറ്റുമായിരിക്കും. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ക്രെഡിറ്റ് കൊടുക്കാം. ജീവിതത്തിൽ നടന്നിട്ടുള്ള ഏത് കാര്യത്തിനും നമുക്ക് മാനിഫെസ്റ്റേഷന് ക്രെഡിറ്റ് കൊടുക്കാം. ഇപ്പോൾ ടീച്ചറമ്മ 30 ദിവസമാണ് അവർ ആശുപത്രി കിടന്നത്. അത് കഴിഞ്ഞ് അവർ റെസ്റ്റ് എടുത്ത് മരുന്നും കഴിച്ച് ഒക്കെ കഴിഞ്ഞ് രോഗം മാറിയിട്ട് അവർ ക്രെഡിറ്റ് കൊടുത്തത് മാനിഫെസ്റ്റേഷനാണ്. ആ പാവൻ ഡോക്ടർ, അയാളുടെ പേര് ഇവർ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല. അത്രയും ക്രിട്ടിക്കലായിരുന്നു എന്ന് ഇവർ അവകാശപ്പെടുന്ന സിറ്റുവേഷനിൽ അവരെ ഹെൽപ്പ് ചെയ്ത ഡോക്ടറെ കുറിച്ച് ഒരു നന്ദിയും കാണിക്കാത്ത ഇവരാണ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ പേപ്പറിൽ എഴുതി കൊടുക്കുക, കോടീശ്വരനാവണമെങ്കിൽ നിങ്ങൾ കോടീശ്വരൻ, അതായത് ബില്യണർ ആവണമെങ്കിൽ നിങ്ങൾ ബില്യണറെ പോലെ ജീവിക്കണമെന്നാണ്. ഇവിടെ പിച്ചക്കാരൻ എങ്ങനെ ബില്യണർ പോലെ ജീവിക്കും? അങ്ങനെ നോക്കിയാൽ കുബേരനിലെ ദിലീപിൻ്റെ ക്യാരക്ടർ, പുള്ളിക്ക് ബംഗ്ലാവിൻ്റെ മുതലാളിയാവണമെന്നാണ് ആഗ്രഹം. മാസത്തിൽ ഒരു ദിവസം അയാൾ പൈസയൊക്കെ സംഘടിപ്പിച്ച് ബംഗ്ലാവിൻ്റെ മുതലാളിയായിട്ട് അവിടെ താമസിക്കും. പിറ്റേ ദിവസം അവർ ചവിട്ടി പുറത്താക്കും എന്ന് കരുതി അയാൾക്ക് വെറുതെ അത് കിട്ടുമോ? അയാൾ പണിയെടുക്കണം, കിട്ടുന്ന പൈസ കൂട്ടി വെക്കണം, ആ പിള്ളേർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം. നാളെ വളർന്നു വലുതായി അവർക്ക് എങ്ങാനും അതുപോലൊരു ബംഗ്ലാവ് വേണമെന്ന് തോന്നിയാൽ അന്ന് ചിലപ്പോൾ മരിക്കണതിന് മുമ്പായിരിക്കും ആ ബംഗ്ലാവിൽ കിടക്കാൻ പറ്റുമായിരിക്കും. അതും ആ പിള്ളേർ സമ്മതിക്കണം. അതും കൂടി ഇയാളിരുന്ന് മാനിഫെസ്റ്റ് ചെയ്യണം. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ മാജിക്. പക്ഷേ ഇവരിത് മാജിക് ആണെന്ന് പറഞ്ഞ് ലൈഫിൻ്റെ റിയാലിറ്റിയെ തള്ളിക്കളഞ്ഞ് നിങ്ങളെ ഒരു മാനസിക ഒരു തടവറയിലിരിക്കാനാണ് പഠിപ്പിക്കുന്നത്. ദയവേത് അതിലൊന്നും പോയി വീഴരുത്. ദയവേത് നിങ്ങളുടെ മക്കളെ ഇതിനകത്ത് കൊണ്ടിടരുത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു 2500 കൊടുത്ത് ഇവരുടെ ക്ലാസ്സിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന സൂം മീറ്റിങ്ങിന് വരുന്ന മുഴുവൻ ആൾക്കാരിൽ കുറേയൊക്കെ ഇവരുടെ തന്നെ ആൾക്കാരായിരിക്കും. മറ്റേ ട്രാൻസ് സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ കുറേ അത്ഭുത പ്രവർത്തികൾ നടന്നു എന്ന് പറഞ്ഞ് കുറേ അവകാശവാദമായിട്ട് ആൾക്കാർ വരും. അതൊക്കെ കാണുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ലെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. 4999 രൂപയ്ക്ക് ബില്യണർ ആവാനുള്ള ഒരു മാനിഫെസ്റ്റേഷൻ കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്തു. നിങ്ങൾ ബില്യണർ ആയില്ല. അവർ നിങ്ങളെ കുറേ ചീത്ത പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ടാണ്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ശരിയല്ല, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറ്റാഞ്ഞതെന്ന് കുറ്റം പറഞ്ഞു. നിങ്ങളിത് ആരോട് പോയി പറയും? നിങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള രായപ്പൻ ചേട്ടൻ്റെ അടുത്ത് നിങ്ങൾ എന്ന് പറഞ്ഞു, ചേട്ടാ ഞാൻ 4999 രൂപ കൊടുത്തിട്ട് അവരെന്നെ ബില്യണറാക്കിയില്ല. അയാൾ ചോദിക്കും, നിനക്ക് തലക്ക് വല്ല ഓളുണ്ടോ? കളിയാക്കൂലേ നാട്ടുകാർ? ഇത്രേ ഉള്ളൂ. നമുക്കിത് എവിടെയും ചെന്ന് അഭിമാനത്തോടു കൂടി പൈസ കൊടുത്തിട്ട് പ്രൊഡക്റ്റ് ഡെലിവർ ആയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം വിശ്വാസത്തിൻ്റെ കളിയാണ്. അതും
സ്യൂഡോ സയൻസ് വെച്ചുകൊണ്ടുള്ള വിശ്വാസത്തിൻ്റെ കളി. നിങ്ങൾ സക്സസ് ആയാൽ ക്രെഡിറ്റ് അവരെടുക്കും, നിങ്ങൾ ഫെയിലിയർ ആയാൽ നിങ്ങളെ ബ്ലെയിം ചെയ്യും. ബസ്. അതുകൊണ്ട് ജീവിതത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ബ്ലെയിം ചെയ്യാൻ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ നമുക്കുള്ളതുകൊണ്ട് ഇതുപോലുള്ള അവരുടെ അണ്ണാക്കി പോയി തല വെച്ച് കൊടുക്കാതിരിക്കാമെന്നേ ഞാൻ പറയുള്ളൂ. ആൻഡ് സുജാർ അക്കാഡമി വളരെ വലിയ വിജയത്തിൻ്റെ കൊടുമുടികളിലേക്ക് കയറട്ടെ. ഒരു ബിസിനസ് സ്ഥാപനമൊക്കെ തുടങ്ങിയല്ലേ, നല്ല വിജയമായിക്കോട്ടെ. പക്ഷേ അതിനകത്തുള്ള ഈ സ്യൂഡോ സയൻസും നാട്ടുകാരെ ദ്രോഹിക്കുന്ന ഇത്തരം വിവരക്കേടുകളും ഒന്ന് ഒഴിവാക്കിയിട്ട് നല്ല എന്തെങ്കിലുമൊക്കെ പണിയെടുത്തിട്ട് അവർ നല്ല നിലയിലേക്ക് വളരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അവരെ അപമാനിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള പ്രാക്ടീസസ് ആരെങ്കിലും തുടരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനും അതിനെതിരെ വാദിക്കാനും ഞങ്ങൾ എന്തായാലും നിയമപരമായി കേസൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകാനും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്കുള്ള അവകാശമാണ് ഞാൻ ഈ വീഡിയോയിൽ വിനിയോഗിച്ചിട്ടുള്ളത്. ഐ ആം എൻടൈറ്റിൽഡ് ടു ഡു ദിസ്. സോ അത്രേ ഉള്ളൂ. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. ലോ ഓഫ് അട്രാക്ഷനേക്കാളും എന്തുകൊണ്ടും പവർഫുൾ ആയിട്ടുള്ളത് ഇന്ത്യയിലെ നിയമങ്ങൾ തന്നെയാണ്. അപ്പം കേട്ടല്ലോ, ഉണ്ണി വ്ലോഗ് വളരെ വിശദമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ഉണ്ട്, ഞാൻ അതിൽ നിന്ന് കുറച്ചേ എടുത്തിട്ടുള്ളൂ. എല്ലാം ഒരു വിശ്വാസമാണ് പ്രശ്നം എന്ന് ഉണ്ണി വ്ലോഗ് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കണോ, ഇപ്പോൾ ടീച്ചറമ്മയെ വിശ്വസിക്കണോ ഉണ്ണി വ്ലോഗിനെ വിശ്വസിക്കണോ എന്നുള്ളത് ഞാൻ ഇതിൻ്റെ അകത്ത് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്താ പറയാത്തതെന്ന് വെച്ചാൽ ഇതിലെല്ലാം കൂടെ വീഡിയോയും വല്ലാതെ ലോങ് ആവും. എനിക്കിതിൻ്റെ അകത്ത് എൻ്റെ സ്വന്തം അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഉണ്ണി വ്ലോഗ് പറഞ്ഞതിനോടാണ് എൻ്റെ സ്വന്തം അഭിപ്രായം. അതെ, ഞാൻ അങ്ങനെ പോയി ഇതൊന്നും ഇവരെല്ലാം ഈ വീഡിയോ കൊണ്ട് ഇങ്ങനെ അഡിക്റ്റായിട്ട് കിടക്കുന്ന ഒരാളെ അല്ല. റിയാക്ഷനൊക്കെ വേണ്ടി വേണേൽ കാണുമെന്ന് മാത്രമേ. ഇവരെല്ലാം ഈ നമുക്ക് ഉപദേശിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അറിയാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു മാജിക്ക് പോലെ ഉണ്ണി വ്ലോഗ് പോലെ ഒരു മാജിക്ക് പോലെ നമ്മൾ ഇവർ ഈ പറയുന്ന പോലെയെല്ലാം ഒരു ദുഃഖവും വേണ്ട, എപ്പോഴും സന്തോഷിച്ച് അങ്ങനെയൊന്നും പറ്റത്തില്ല. നമ്മുടെ ലൈഫിൽ മുഴുവൻ നേരം രാവിലെ നേരം എളുക്കുമ്പോൾ തൊട്ട് നമുക്ക് മുഴുവൻ സമയവും സന്തോഷിച്ചിരിക്കാൻ പറ്റും. ഒരു ജീവിതമാണ്. ആ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ കടന്നു വരുവുള്ളൂ. അങ്ങനെയല്ല, നമ്മൾ ആഗ്രഹിക്കാത്ത പല നല്ല കാര്യങ്ങൾ, പല ദുരന്തങ്ങളും കയറി വരും. ഇമോഷൻസ് അത് നമുക്ക് ദൈവം തന്നിട്ടുള്ളതല്ലേ. പല ദുരന്തങ്ങൾ കടന്നു വരുമ്പോഴും നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതൊന്നും നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യമൊന്നും ഞാൻ കേൾക്കാറില്ല. ഈ പറയുന്ന പോലെ ഈ എന്തെങ്കിലും ഒരു ആഗ്രഹം, ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. 20 വർഷം പൃഥ്വിരാജ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അയാൾ ചെന്നുപെട്ട ഫീൽഡ് അതാണ്. അയാൾക്കൊപ്പം ആ സമയത്ത് അതേ സമയത്ത് സിനിമാ ലോകത്ത് വന്നവരുണ്ട്. പലരും ചിലപ്പോൾ പേര് പോലും ഇല്ലാതെ പിന്നെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അയാൾ കടന്നു വന്നു. അന്ന് തൊട്ട് അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അല്ലാതെ അയാളുടെ മാത്രമായിട്ടുള്ള, കാരണം പൃഥ്വിരാജിൻ്റെ സിനിമാ ഡയറക്ഷനിൽ സീനിയർ നടന്മാരായിട്ടുള്ളവർ പിന്നീട് അഭിനയിക്കേണ്ടി വന്നു. ലൂസിഫറിലൊക്കെ അഭിനയിക്കേണ്ടി വന്നപ്പം സുകുമാരൻ്റെ സെറ്റിൽ പൃഥ്വിരാജ് ആ കാലത്ത് വരുമ്പം ഈ സീനിയർ നടന്മാർ ഈ പൃഥ്വിരാജിനെ എടുത്തുകൊണ്ട് നടന്ന നടന്മാരുണ്ട്. അതിലുള്ള അതായത് മടിയിൽ വെച്ചുകൊണ്ടിരുന്ന ആ നടന്മാരെ പോലും പിന്നീട് ഈ സിനിമയിൽ ലൂസിഫറിൽ അഭിനയിക്കാൻ വന്നപ്പം അഭിനയം തെറ്റായപ്പം പൃഥ്വിരാജ് കർശനമായിട്ട് അവരോട് സംസാരിക്കുകയാണ് ചെയ്തത്. അതെന്താണ്? അയാളുടെ ആ പടം വിജയിക്കണം, അല്ലാതെ വ്യക്തിബന്ധങ്ങളുടെ പേരിലൊക്കെ മിണ്ടാതിരിക്കുകയല്ല. അതേപോലെ തന്നെ മഞ്ജു വാര്യർ മകള് വന്നിട്ട് സാനിയ അയ്യപ്പൻ അഭിനയിക്കുന്ന സീനിൽ മകള് വന്നിട്ട് അച്ഛൻ മഞ്ജു വാര്യരുടെ ഭർത്താവ് മോശമാണെന്ന് പറയുന്ന ആ സീനിൽ മഞ്ജു വാര്യർ ഞെട്ടിപ്പോയിട്ട് അഭിനയിക്കുന്ന ഒരു സീനില്ലേ, ആ സീൻ മഞ്ജു വാര്യരുടെ ഒരു അഭിനയ കഴിവിൻ്റെ മാക്സിമം എടുത്തില്ല എന്ന് പൃഥ്വിരാജ് പറഞ്ഞെന്ന് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ നടന്നു വരുന്ന ചില സീനിൽ മോഹൻലാലിൻ്റെ നടപ്പ് അത്ര അങ്ങോട്ട് ഒത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ദേഷ്യം വന്ന ഒരു പടമാണ്. പക്ഷേ ആ പടം വിജയിച്ചത് നിങ്ങൾ കണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കണ്ടേ, മുഖം നോക്കാതെ നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് പൃഥ്വിരാജ് കിടന്ന് ഹാർഡ് വർക്ക് ചെയ്ത്. അതുകൊണ്ടാണ് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എത്തിയപ്പോൾ കോടീശ്വരനായിട്ട് ബോംബെ വീട്, അവിടെ വീട്, ഇവിടെ വീട് അങ്ങനെയൊക്കെ നടക്കുന്നതിൻ്റെ കാര്യം അതാണ്. അതല്ലാതെ വീടിൻ്റെ അകത്ത് 4 ചൂരുകൾക്കുള്ളിൽ കയറി എന്നിട്ട് നാളെ ഞാൻ മലയാള സിനിമയിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്നതൊക്കെ ചുമ്മാ മാജിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ടീച്ചറമ്മയ്ക്കെതിരെ പറഞ്ഞല്ല, എനിക്കും ഈ ഉണ്ണി വ്ലോഗ് പറഞ്ഞതാണ് റിയാലിറ്റി അതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.